നമ്മുടെ പ്രിയങ്കരനായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി സഖാവ് കെ രാജന് അറിവാൾ ധാർമ്മികതയുടെ അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി അദ്ദേഹത്തെ വമ്പിച്ച ഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം തുടർഭരണം ഈ കേരളത്തിന് അനിവാര്യതയാണെന്ന് മനസ്സിലാക്കുന്നു. നിങ്ങൾ കലാകാരന്മാർ ഈ ഇടതുപക്ഷത്തിനോടൊപ്പം ചേരുന്നു. അടുത്ത ഒരു പാട്ടിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. ഹലോ 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 തനന 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 തന്നെ തനന തനന തനനെ തനന തനെ തനന തനെ തനന തനെ തനന 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 തനനെ തനന 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 ശബ്ദേ കൊടിക്ക് മനമല്ലാതെ മുസിനെ ഇരുട്ടുകളായി വെള്ളമില്ലാതെ നടന്നു കാടി പോയനെ സരസമുവേ കൊടിക്കിരും മനമല്ലാതെ മുസിനെ ഇരുട്ടുകളായി ഫലമില്ലാതെ നടന്നു കാടി പോയനെ കൈയടിച്ച് പാടാനാണ് സരസമുവേ കൊടിച്ചിരുന്ന് മനമല്ലാതെ മുസിനെ ഇരുട്ടുകളായി ഫലമില്ലാതെ നടന്നു കാടി പോയനെ സരസപ്പൂവേ നനത്തിരുന്ന് മണമല്ലാതെ മുഷിഞ്ഞ് എരുത്തുനാളായി ഫലമില്ലാതെ നടന്നു കാലി കുഴഞ്ഞ് നമുക്ക് കിട്ടി പൊളിച്ച് സ്വകാര്യത്താൽ പറഞ്ഞതല്ല കഥയിൽ കണ്ണീരൊലിച്ച് സരസപ്പൂവേ കൊതിത്തിരുന്ന് മണമല്ലാതെ മുഷിഞ്ഞ് എരുത്തുനാളായി ഫലമില്ലാതെ നടന്നു കാലി കുഴഞ്ഞ് ചക്കത്തിൽ നമുക്ക് കിട്ടി പൊളിച്ച് പറഞ്ഞതല്ല കഥയിൽ കണ്ണീരൊലിച്ച് സരസപ്പൂവേ കൊതിത്തിരുന്ന് മരമല്ലാതെ മുഷിഞ്ഞ് എരുത്തുനാളായി ഫലമില്ലാതെ നടന്ന് കാലി കുഴഞ്ഞ് സ്വതന്ത്ര സോപ്പും കൊടുക്കും അരയിൽ പട്ടും തൊരടും കെട്ടി കഴകിലാക്കി നടന്ന് സരസപ്പൂവേ മനമല്ലാതെ മുഷിഞ്ഞ് എരുത്തുനാളായി ഫലമില്ലാതെ നടന്ന് കാലി കുഴഞ്ഞ് സ്വതന്ത്ര അറയിൽ പട്ടും തൊരടും കെട്ടി കഴകിലാക്കി നടന്ന് തനനെ 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 തനന തന്നെ തനന തന്നെ തനന തന്നെ തനനെ
നമ്മൾ മണ്ണിന് തന്നിച്ചേ ഈ മരിപ്പോ ഈ വെള്ളത്തിൽ വേറൊന്നില്ലെന്നേ ഈ പാറപ്പോളം നമ്മൾ മണ്ണിൽ തന്നിച്ചേ മലകളും മാറ്റിമറിച്ച നെല്ലിന് മാട് തെളിച്ച് മാറ്റിമറിച്ച് മണിമണി നെല്ലിന് മാട് തെളിച്ച് മാടം കെട്ടി കാവലിരുന്ന് എല്ലാരെ കാവൽ കാട്ടി ചെമ്മൻ തൂലച്ച അല്ലോ ചെമ്മൻ തൂലച്ച ഈ മരിപ്പോ ഈ വെള്ളത്തിലെ ഓടില്ലേ ഈ പാറപ്പോളം നമ്മൾ മണ്ണിൽ തന്നിട്ടേ തുമ്മാരുടെ പൊന്നുണ്ടാല് പറയത് കുഞ്ഞിന് പണയം വെച്ച് തുമ്മാരുടെ പൊന്നുണ്ടാല് പറയത് കുഞ്ഞിന് പണയം വെച്ച് ഇളമിട്ടിറങ്ങാൻ തമ്മി അപ്പള് പറഞ്ഞ അല്ലോ അപ്പള് പറഞ്ഞ ഈ മരിപ്പോ ഈ വെള്ളത്തിൽ വേറൊന്നില്ലേ ഈ പാറപ്പോളം നമ്മൾ മണ്ണിൽ തന്നിട്ടേ കൊതിച്ചിരുന്ന മനമല്ലാതെ എടുത്തുനാളായി വെള്ളമില്ലാതെ നടന്നു കാല് കൊയഞ്ഞ് തണന തന്നെ തണന തന്നെ തണന തന്നെ തണന തണന തന്നെ തണന തന്നെ തണന തന്നെ തണന തണന തന്നെ തണന തന്നെ തണന തണന തന്നെ തണന തന്നെ തണന തന്നെ തണന തണന തന്നെ തണന തന്നെ തണന തന്നെ തണന തണന തന്നെ അസ്ഥികൾ പൂക്കും വയലാറി ജനശക്തി വിടർന്നൊരു കൈരി ഉയർന്നു പാറിയ രക്തപതാക പകരൂ ഞങ്ങൾക്കാവേശം ധീരരേ രണധീരരേ ശക്തി വിടർന്നൊരു കൈരി ഉയർന്നു പാറിയ രക്തപതാക പകരൂ ഞങ്ങൾക്കാവേശം ധീരരേ രണധീരരേ നീ വരൂ ധീരരേ രണധീരരേ നീ വരൂ അവരുടെ ചോരനിൽ പാടുകൾ വിടർന്ന കുങ്കുമ പുഷ്പങ്ങൾ അവരുടെ ചോരനിൽ പാടുകൾ വിടർന്ന കുങ്കുമ പുഷ്പങ്ങൾ അവരുടെ അസ്ഥി തറകൾ വിടുത്താൻ ഉയർന്നു പാലപരന്തങ്ങൾ ഉയർന്നു പാലപരന്തങ്ങൾ അസ്ഥികൾ പൂക്കും വയലാറി ജനശക്തി വിടർന്നൊരു കൈരി ഉയർന്നു പാറിയ രക്തപതാക പകരൂ ഞങ്ങൾക്കാവേശം ധീരരേ രണധീരരേ നീ വരൂ നീ വരൂ ധീരരേ രണധീരരേ നീ വരൂ നീ വരൂ നീ നയിക്കുക ഞങ്ങളെ വിപ്ലവ ധീരപദങ്ങളിലൂടെ നീ അണിയിക്കുക മലനാടിനൊരു ചോരപുരണ്ട കിരീടം നീ നയിക്കുക ഞങ്ങളെ വിപ്ലവ ധീരപദങ്ങളിലൂടെ നീ അണിയിക്കുക മലനാടിനൊരു ചോരപുരണ്ട കിരീടം ഇതാണ് നമ്മുടെ വീതി വിപ്ലവ വിശാലമോ ജനരണവീതി ഇതാണ് നമ്മുടെ വീതി വിപ്ലവ വിശാലമോ ജനരണ
പൊന്മണി അർപ്പിത ചന്ദിനമണിയും ചെങ്കടി കാട്ടിയ രണവീതി അസ്ഥികൾ പൂക്കും വയലാറും ജനശക്തി വിളർന്നൊരു ഉയർന്നു പാടിയരത്തപടാടി പകരൂ ഞങ്ങൾക്കാവേശം വീരരണ വീരര വീരരൂ വീരരൂ വീരരണ വീരര വീരരൂ വീരരൂ അസ്ഥികൾ പൂക്കും വയലാറി ജനശക്തി വിടർന്നൊരു കയ്യൂരി ഉയർന്നു പാറിയ രക്തപതാകെ പകരൂ ഞങ്ങൾക്കാവേശം വീരരേ വീരരേ വീരരൂ വീരരൂ വീരരേ വീരരേ വീരരൂ വീരരൂ വീരരേ വീരരേ വീരരൂ വീരരൂ. കലാസ്നേഹികളെ, കലാസമിതി അവതരിപ്പിക്കുന്ന നാടകം കാലിച്ചാക്ക്. നാടൻ ശീലുകൾ, നാടകരചന പുനരാവിഷ്കാരം PS സതീശൻ. ഗാനങ്ങൾ കടപ്പാട് അനിൽ പനച്ചൂരാൻ. ജ്ഞാനപീഠം പുരസ്കാര ജേതാവ് ONV. കരിവള്ളൂർ മുരളി, ഏഴാച്ചേരി രാമചന്ദ്രൻ, കടമേട്ട് രാമകൃഷ്ണൻ, PS സതീശൻ. സംഗീതം പുത്തൂർ രാജൻ മാസ്റ്റർ. സംവിധാനം ജോയ് പയ്യപ്പള്ളി. നിർവഹണം ബാബു തച്ചാടൻ, പൂക്കാസ വെള്ളൂർമേ.
നമ്മുടെ പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി സദസ്യങ്ങളുടെ ദേശീയ ബാങ്കിന്റെ കൂടി ഇപ്പോൾ സംഘടിപ്പിക്കുന്നു. പട്ടിണിയുടെ തടവുകാരെ നിങ്ങളുണരുവിൻ, ഭൂമിയിലെ പീഡിതരെ നിങ്ങളുണരുവിൻ. പട്ടിണിയുടെ തടവുകാരെ നിങ്ങളുണരുവിൻ, ഭൂമിയിലെ പീഡിതരെ നിങ്ങളുണരുവിൻ. ഇടിമുഴക്കി അലറിനിൽപ്പോൾ നീതി അന്ത്യശാസനവും, ഇടിമുഴക്കി അലറിനിൽപ്പോൾ നീതി അന്ത്യശാസനവും. പിറവി കൊള്ളുകയാ പുതിയ ലോകമൊന്നിതാ പിറന്നു വീഴുകയായി. പിറവി കൊള്ളുകയാ പുതിയ ലോകമൊന്നിതാ പിറന്നു വീഴുകയായി. ഇന്നലെ വരെയൊന്നുമല്ല നമ്മളെങ്കിലും, ഇന്നലെ വരെയൊന്നുമല്ല നമ്മളെങ്കിലും, ഇന്നു തൊട്ടു നമ്മളാകുമല്ല, ഇന്നു തൊട്ടു നമ്മളാകുമില്ല, ഇന്നു തൊട്ടു നമ്മളാകുമല്ല, ഇന്നു തൊട്ടു നമ്മളാകുമല്ല. വേണ്ട വേണ്ട മുകളിൽ നിന്നിറങ്ങി വന്ന രക്ഷകർ, വേണ്ട വേണ്ട മുകളിൽ നിന്നിറങ്ങി വന്ന രക്ഷകർ, വേണ്ട വേണ്ട മുകളിൽ നിന്നിറങ്ങി വന്ന രക്ഷകർ, വേണ്ട വേണ്ട മുകളിൽ നിന്നിറങ്ങി വന്ന രക്ഷകർ. വേണ്ട രാജ്യസഭയിൽ നിന്ന് നമ്മളെ ഭരിക്കുവോർ, വേണ്ട രാജ്യസഭയിൽ നിന്ന് നമ്മളെ ഭരിക്കുവോർ, വേണ്ട രാജ്യസഭയിൽ നിന്ന് നമ്മളെ ഭരിക്കുവോർ, വേണ്ട രാജ്യസഭയിൽ നിന്ന് നമ്മളെ ഭരിക്കുവോർ. തൊഴിലെടുക്കുവോർക്ക് വേണ്ട അവരെറിഞ്ഞ കുട്ടുകൾ, തൊഴിലെടുക്കുവോർക്ക് വേണ്ട അവരെറിഞ്ഞ കുട്ടുകൾ, തൊഴിലെടുക്കുവോർക്ക് വേണ്ട അവരെറിഞ്ഞ കുട്ടുകൾ, തൊഴിലെടുക്കുവോർക്ക് വേണ്ട അവരെറിഞ്ഞ കുട്ടുകൾ. കള്ളനെ പിടിച്ചു കളവും പിടിച്ചു വാങ്ങുവാൻ, കള്ളനെ പിടിച്ചു കളവും പിടിച്ചു വാങ്ങുവാൻ, കള്ളനെ പിടിച്ചു കളവും പിടിച്ചു വാങ്ങുവാൻ, കള്ളനെ പിടിച്ചു കളവും പിടിച്ചു വാങ്ങുവാൻ. ചേതന കൊടുത്തി നൽകുവാൻ, കൊടുത്തി നൽകുവാൻ, കൊടുത്തി നൽകുവാൻ, കൊടുത്തി നൽകുവാൻ. സകലവർക്കുമായി നമുക്ക് വഴുതി വെച്ചിടാം, സകലവർക്കുമായി നമുക്ക് വഴുതി വെച്ചിടാം, സകലവർക്കുമായി നമുക്ക് വഴുതി വെച്ചിടാം, സകലവർക്കുമായി നമുക്ക് വഴുതി വെച്ചിടാം. നമ്മളെന്തു ചെയ്യണം, നമ്മൾ നിശ്ചയിക്കണം, നമ്മളെന്തു ചെയ്യണം, നമ്മൾ നിശ്ചയിക്കണം, നമ്മളെന്തു ചെയ്യണം, നമ്മൾ നിശ്ചയിക്കണം, നമ്മളെന്തു ചെയ്യണം, നമ്മൾ നിശ്ചയിക്കണം. നമ്മൾ നിശ്ചയിച്ചുറച്ചു നല്ല പോലെ ചെയ്യണം, നമ്മൾ നിശ്ചയിച്ചുറച്ചു നല്ല പോലെ ചെയ്യണം, നിശ്ചയിച്ചുറച്ചു നല്ല പോലെ ചെയ്യണം. കൊൽകവർണ്ണ ചൂഷകന്റെ ചരിതമൊഴികളെന്തു കാണും, കൊൽകവർണ്ണ ചൂഷകന്റെ ചരിതമൊഴികളെന്തു കാണും, കൊൽകവർണ്ണ ചൂഷകന്റെ ചരിതമൊഴികളെന്തു കാണും, കൊൽകവർണ്ണ ചൂഷകന്റെ ചരിതമൊഴികളെന്തു കാണും. അവരുടെ കഥകളിൽ, അവരുടെ കഥകളിൽ, അവരുടെ കഥകളിൽ, അവരുടെ കഥകളിൽ ഒന്നു ചേർന്ന് നിൽക്കണേ പിന്നെ ജോലി ചെയ്യുവോ, ഒന്നു ചേർന്ന് നിൽക്കണേ പിന്നെ ജോലി ചെയ്യുവോ. പണിഞ്ഞ നികളിൽ, മുഴുവനും നമ്മുടേതു മാത്രമായി, നമ്മുടേതു മാത്രമായി. ാത്തവർക്ക് സ്ഥാനമില്ല ഭൂമിയിൽ, നമ്മളെ കടിച്ചു കാരണം തീർത്ത കൂട്ടരെത്ര പേർ, നമ്മളെ കടിച്ചു കാരണം തീർത്ത കൂട്ടരെത്ര പേർ. എങ്കിലും വരുത്തവാദം വാനിൽ നിന്ന് മണ്ണകന്നു പോകും നിന്ന് ചോര ഇടുന്ന കൽവകൾ, എങ്കിലും വരുത്തവാദം വാനിൽ നിന്ന് മണ്ണകന്നു പോകും നിന്ന് ചോര ഇടുന്ന കൽവകൾ. അന്നു തൊട്ട് കാരണമാണ് ഉച്ചമാണ് ഭൂമിയിൽ, അന്നു തൊട്ട് കാരണമാണ് ഉച്ചമാണ് ഭൂമിയിൽ, അന്നു തൊട്ട് കാരണമാണ് ഉച്ചമാണ് ഭൂമിയിൽ, അന്നു തൊട്ട് കാരണമാണ് ഉച്ചമാണ് ഭൂമിയിൽ. അതിലൊക്കെ യുദ്ധമായി അഖില ലോക ഗാനമിതോ മനുജവംശമാകെ, അഖില ലോക ഗാനമിതോ മനുജവംശമാകെ.
എല്ലാ കുട്ടികളും സുഹൃത്തുക്കളും ഉള്ള കസേരയിൽ ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുക. നമ്മുടെ സഖാവ് സീതാറാം യെച്ചൂരിയും ബഹുമാനപ്പെട്ട MLA എത്തിച്ചേർന്നിട്ടുണ്ട്. പൊതുയോഗ പരിപാടിയിലേക്ക് നാം കിടക്കുകയാണ്. അതുകൊണ്ട് കേട്ടിട്ട് പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഈ വേദിയിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ഈ വേദിയിലേക്ക് വരണം. ബന്ധപ്പെട്ട വനിതാ സഖാക്കൾ ഇങ്ങോട്ട് വരണം. പൊതുയോഗ പരിപാടി ആരംഭിക്കുകയാണ്. സ്വാഗതം ആശംസിക്കുന്നതിനു വേണ്ടി ഒല്ലൂക്കര മണ്ണുത്തി മേഖലയിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ ഫ്രാൻസിസ് താടിക്കാരനെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുക. പ്രിയപ്പെട്ട സഖാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സഖാവ് കെ രാജന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് സഖാവ് സീതാറാം യെച്ചൂരിയാണ്. Hearty welcome and red salute to Comrade Sitaram Yechoori. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ, ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ നെടുനായകത്വം വഹിക്കുന്ന സഖാവ് സീതാറാം യെച്ചൂരി ഈ രാജ്യത്തെ മതേതരത്വ ഭരണഘടന, ആ മതേതരത്വം ലംഘിക്കപ്പെടുമ്പോൾ, ഈ രാജ്യത്ത് പൗരത്വ ബില്ലിന്റെ പേരിൽ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുമ്പോൾ, ആ ന്യൂനപക്ഷ വേട്ടക്കെതിരായി ഇവിടെ പ്രതികരിക്കുവാൻ, ആ ന്യൂനപക്ഷങ്ങളെയും മതേതരത്വത്തെയും സംരക്ഷിക്കുവാൻ അതിന്റെ മുൻനിരയിൽ നിന്ന് പടനയിക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ കരുത്തനായ നായകൻ സഖാവ് സീതാറാം യെച്ചൂരി AKG ഭവനിന് നേരെ RSS ബജംഗികൾ അതുപോലുള്ള ക്രിമിനലുകൾ അഴിഞ്ഞാടാൻ ശ്രമിക്കുമ്പോഴും നെഞ്ചൂക്കോടെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ നയിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരി മുന്നിലുണ്ടോ എന്ന കാര്യം നമുക്കറിയാം. ഇവിടെ മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്ന നാഥുറാം വിനായക് ഗോഡ്സെയുടെ പിന്മുറക്കാർ ഇന്ത്യ ഭരിക്കുമ്പോൾ ആ വിനായക് ഗോഡ്സെയുടെ കയ്യിൽ നിന്നും കൊടി മാറി മേടിച്ച് ഈ രാജ്യത്തിലെ കോൺഗ്രസിനെ പ്രളയപ്പെടുത്തിയ ദേശീയ പ്രസ്ഥാനത്തെ നയിച്ച മഹാത്മാഗാന്ധിയും അതുപോലെ തന്നെ സർദാർ വല്ലഭായ് പട്ടേലും അതുപോലുള്ള ദേശീയ നേതാക്കൾ നയിച്ച കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ കൈകളിൽ നിന്നും നാഥുറാം വിനായക് ഗോഡ്സെ ഗാന്ധിജിയെ വെടിവെച്ച് വീഴ്ത്തിയപ്പോൾ ആ കൊടി എടുത്തു മാറ്റിയ കോൺഗ്രസ്, തട്ടിമാറ്റിയ കോൺഗ്രസ് അതിനെ പ്രളയപ്പെടുത്തി ഇന്ന് ഏതാനും അധികാര കസേരകൾക്ക് വേണ്ടി കോൺഗ്രസ് ഇവിടെ അപജയപ്പെട്ടിരിക്കുകയാണ്. ഈ അപജയത്തിനിടയിലാണ് പ്രിയമുള്ളവരെ, ഈ ഇന്ത്യയിൽ മതേതരത്വത്തിന്റെ, മതനിരപേക്ഷതയുടെ, ഭരണഘടനയുടെ കാവലായി ഈ പ്രസ്ഥാനം മുൻനിരയിൽ വന്നു നിൽക്കുന്നത്. ആ സഖാവ് സീതാറാം യെച്ചൂരിയെ ഒരിക്കൽ കൂടി ഈ കേരളത്തിന്റെ ചുവന്ന മണ്ണിലേക്ക്, ഒല്ലൂരിന്റെ ചുവന്ന മണ്ണിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കെ രാജൻ, ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ
ഒരു പ്രതിയായി ഈ കേരളത്തിൽ 5 വർഷക്കാലം ഈ കേരളത്തെ ഒരു ക്ഷേമ സംസ്ഥാനമാക്കി മാറ്റിയ പ്രിയമുള്ളവരെ, ഈ ലോകം മുഴുവൻ ലോക്ക്ഡൌണിന്റെ ഭാഗമായി അടഞ്ഞു കിടന്നപ്പോൾ ഈ കേരളത്തിന്റെ മണ്ണറിയപ്പെട്ടു. പ്രിയമുള്ളവരെ, ഒരു സംസ്ഥാനം ഈ നമ്മുടെ ലോകത്ത് ലോകാരോഗ്യ സംഘടന, ആ ലോകാരോഗ്യ സംഘടന വിലയിരുത്തപ്പെടുമ്പോൾ ഇവിടെ ഏറ്റവും നന്നായി കോവിഡ് പ്രതിരോധം നടത്തുന്ന ആരോഗ്യ മേഖലയിൽ സുദീർഘമായ സേവനം അനുഷ്ഠിക്കുന്ന സ്ഥലമുണ്ട്. അവിടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ചോദിച്ചു, ഏതാണ് ആ രാഷ്ട്രത്തിന്റെ പേര്, ഏതാണ് ആ രാജ്യത്തിന്റെ പേര്? അതൊരു രാജ്യമല്ല, അതൊരു കൊച്ചു പ്രദേശമാണ്, അത് കേരളമാണ്. പിണറായി ഭരിക്കുന്ന കേരളം, കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന കേരളം, ഇടതുപക്ഷം ഭരിക്കുന്ന കേരളം. ഈ കേരളത്തിലെ ജനങ്ങളെ അതുപോലെ ഇവിടെ സഹായിച്ച, നമുക്കറിയാം, ഒരു മുതലാളിത്ത ഭരണകൂടത്തിന് കീഴിൽ എങ്ങനെ ഒരു വികസിത പരിഷ്കൃത സംസ്ഥാനം, ഒരു ജനതയെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് തെളിയിച്ച ഒരു സംസ്ഥാനമാണ് കേരളം. 58 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുത്ത് ഇവിടെ ആരും ചോദിക്കാതെ തന്നെ അവരുടെ വീടുകളിൽ നിരവധി ആനുകൂല്യങ്ങൾ എത്തിച്ച, സർവ്വതോന്മുഖമായ പുരോഗതിയിലേക്ക് നയിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഇന്ന് തകർക്കുന്നതിന് വേണ്ടി നിരവധി ശക്തികൾ മുന്നോട്ട് വന്ന് നമുക്കറിയാം. ഈ തപ്പത്തിന്റെ കുരുങ്ങു കുഴിച്ചിട്ടാൽ സ്വർണം മുളയ്ക്കില്ല എന്നവർ കണ്ടെത്തി. ഇവിടെ ഒരു ക്രിമിനൽ പൊളിറ്റിക്കൽ ഇന്റലിജൻസ് പ്രവർത്തിച്ചു, രാഷ്ട്രീയ കുതന്ത്രബുദ്ധി. ആ കുതന്ത്രബുദ്ധിയുടെ ഭാഗമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും CBIയും അതുപോലെ തന്നെ കസ്റ്റംസും ഇവിടെ നിരവധി തരത്തിലുള്ള ആക്രമണങ്ങൾ സംഘടിപ്പിച്ചു. പക്ഷേ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമായ കേരളത്തിലെ ജനങ്ങൾ 100-ൽ 100 സീറ്റ് നേടിക്കൊണ്ട് വിജയം കൈവരിക്കാൻ പോവുകയാണ്. അതിന് പ്രതിയായി മത്സരിക്കുന്ന സഖാവ് K. രാജൻ 1000-ലധികം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തി. ഈ കേരളത്തിൽ, ഈ ഒല്ലൂർ മണ്ഡലത്തിൽ ഓരോ മണത്തരിക്ക് പോലും സുവനീറായ നിരവധി പോരാട്ടങ്ങളിലൂടെ കടന്നു വന്ന സഖാവ് K. രാജനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് MM വർഗീസ് ഒരു ചെറിയ കൈപ്പിഴയുടെ പേരിൽ 40 വോട്ടുകൾക്ക് പരാജയപ്പെട്ട വടക്കാഞ്ചേരി അടക്കം വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ഈ തൃശൂർ ജില്ലയിൽ ഒരു സീറ്റ് പോലും വിട്ടുകൊടുക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അരയും തലയും മുടക്കി സംഘടനാ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന സഖാവ് MM വർഗീസിനെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ മണ്ഡലത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന സഖാവ് വർഗീസ് കണ്ടംകൊളുത്തി, ആ സഖാവിനെ ഹാർദമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പാർട്ടിയുടെ ഒല്ലൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഒപ്പത്തിനൊപ്പം ഇതിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന സഖാവ് KP ബോളിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ മണ്ഡലത്തിൽ പ്രധാനമായി ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ മണ്ഡലത്തിന്റെ സെക്രട്ടറി സഖാവ് PR രാധാകൃഷ്ണനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ NCPയുടെ നേതാവ് ശ്രീ കുര്യൻ AB കുര്യനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ INCയുടെ ജില്ലാ സെക്രട്ടറി ബഫീഖ് ഇതിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ കേരള കോൺഗ്രസ് ബിയുടെ ജില്ലാ പ്രസിഡന്റ് ബൈജു ബഷീറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഇവിടെ പ്രധാനമായും സഖാവ് സംസാരിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള ജനതാ പാർട്ടിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ജോൺ വാഴപ്പള്ളിയിലെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ സഖാവിന്റെ പ്രസംഗം പരിഭാഷപ്പെടുത്തുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഡോക്ടർ പ്രദീപ് കുമാർ, അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സഖാവ് NN നവറാച്ചൻ, നിരവധി പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഓരോരുത്തരെയും പേരെടുത്ത് പറയുന്നില്ല. ഇനിയും ഇവിടെ നമ്മുടെ പ്രധാനപ്പെട്ട സഖാവ് സംസാരിക്കാനുണ്ട്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിന്റെ ഒല്ലൂർ മണ്ഡലത്തിന്റെ പ്രഖ്യാപനം 50,000-ലധികം വോട്ടുകൾക്ക്, 50,000-ൽ പരം വോട്ടുകൾക്ക് സഖാവ് K. രാജൻ വിജയിക്കുമെന്ന പ്രഖ്യാപനം ഇതിനോട് മുഴങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. പ്രിയമുള്ളവര്, ഇവിടെ സംസാരിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് എസിന്റെ KK ജോണിയേട്ടൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിരവധി പ്രവർത്തകർ, നിരവധി നേതാക്കൾ ഈ പരിപാടിയിലേക്ക് ചൂടിനെ വകവയ്ക്കാതെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട്
ഒരിക്കൽ കൂടി ഹാപ്പി വെൽക്കം ആൻഡ് റെഡ് സല്യൂട്ട് ടു കോമ്രേഡ് ശ്രീധരൻ വഴിത്തൂരി. ഇവിടെ അധ്യക്ഷനായി, ഈ യോഗത്തിന്റെ അധ്യക്ഷനായി നമ്മുടെ മേഖലയുടെ പ്രസിഡന്റും സംഘാടക സമിതിയുടെ കൺവീനറുമായ കെ വി സുകുമാരനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ജില്ലാ സെക്രട്ടറി സഖാവ് എം വർഗീസ്, CPIയുടെ സ്ഥാനാർത്ഥിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പറുമായ സഖാവ് കെ രാജൻ, വേദിയിലിരിക്കുന്ന സദസ്സിലിരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, സഖാക്കളെ, സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യം, നമ്മുടെ സംസ്ഥാനവും നിരവധി പോരാട്ടങ്ങളിൽ കൂടി കടന്നുപോകുന്ന കാലഘട്ടത്തിലാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന മാസം 6-ാം തീയതി നടക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രശ്നങ്ങളെ സംബന്ധിച്ചൊക്കെ തന്നെ, ദേശീയ രാഷ്ട്രീയത്തെ സംബന്ധിച്ചൊക്കെ തന്നെ പ്രമുഖരായിട്ടുള്ള നേതാക്കൾ സംസാരിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ രാജ്യം ഇന്ന് അഭിമുഖീകരിക്കുന്ന ദേശീയ പ്രാധാന്യമുള്ള സംഭവ വികാസങ്ങളെ സംബന്ധിച്ചൊക്കെ തന്നെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സംസാരിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലെ വികസന പ്രക്രിയയിൽ പുതിയൊരു തുടക്കം കുറിച്ചുകൊണ്ട് കഴിഞ്ഞ 2016 സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ തുടങ്ങിവെച്ച വികസന പ്രക്രിയകൾ മതേതരത്വവും ജനാധിപത്യവും മതേതര മൂല്യങ്ങളും മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങളെ ഓഖിയിലും നിപ്പയിലും അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങളിലും വർഷങ്ങൾ നീണ്ടുനിന്നുകൊണ്ടിരിക്കുന്ന കോവിഡ് മഹാമാരിയിലും എല്ലാ വിഭാഗം ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ട് അതിനെ എല്ലാം പ്രതിരോധിക്കാൻ വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ, വിഘടനവാദത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ, രാജ്യത്തെ മുടിക്കുന്ന ശിഥിലീകരണ ശക്തികൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നെഞ്ചോട് ചേർത്ത ചെങ്കൊടി പിടിക്കുന്ന സഖാവ് കെ രാജന് അരിവാളം ധാന്യക്കല്ല് മലയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ പ്രതിനിധിയായി തെരഞ്ഞെടുക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരിയെ സ്നേഹപൂർവ്വം സംഘാടക സമിതിയുടെ പേരിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പേരിലും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് വിപ്ലവാഭിവാദികൾ. പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, ನನ್ನ ಮಾತೃಭಾಷೆ ತೆಲಂಗಾಣ, ಇದು ಮಲಯಾಳಂ ಮರೆಯಿಲ್ಲ, ನಾ ಇಂಗ್ಲೀಷ್లో ಸಂಸಾರಕ್ಕೆ ಕಾಂಬೈಟ್ ಟ್ರಾನ್ಸ್ಲೇಟ್ ಮಾಡುವ. So the leaders of the LDF on the dais, my dear brothers and sisters, I have come from Delhi to make a sincere appeal to all of you to be history makers in today's India and in today's Indian politics. You make history by re-electing the LDF once again, which has not happened in the last nearly 50 years. The incumbent government is re-elected to form the next government. But that is the history Kerala people are destined to create today. Because from all over the country, one fact that everybody is accepted is that the LDF is going to return to form the government in Kerala, and that is a confirmed fact. പ്രിയപ്പെട്ട നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, ഞാൻ ഡൽഹിയിൽ നിന്നും ഇവിടേക്ക് എത്തിയിരിക്കുന്നത് നിങ്ങളോട് വളരെ ആത്മാർത്ഥമായ ഒരു അഭ്യർത്ഥനയ്ക്ക് വേണ്ടിയാണ്. കേരളത്തിലെ ജനങ്ങൾ ചരിത്രം സൃഷ്ടിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കഴിഞ്ഞ 50 വർഷക്കാലമായി ഇതുവരെ ഒരു സർക്കാരിനും ഭരണ തുടർച്ച ഉണ്ടായിട്ടില്ല എന്ന് നമുക്കറിയാം. അതാണ് കേരളത്തിന്റെ ചരിത്രം. ആ ചരിത്രം നമ്മൾ ഇത്തവണ തിരുത്തി കുറിക്കാൻ പോവുകയാണ്. So if the LDF is going to return, definitely Comrade K. Rajan is going to return. So he is also going to be re-elected from your constituency with all your support, and that is I am very confident of. LDF അധികാരത്തിലേക്ക് വരും.
എന്ന് നമുക്ക് ഉറപ്പാണ്. അതുപോലെ തന്നെ ഈ നിയോജകമണ്ഡലത്തിൽ സഖാവ് കെ രാജൻ തിരിച്ച് തിരഞ്ഞെടുക്കപ്പെടുമെന്ന് നമുക്ക് ഉറപ്പാണ്. The reason why LDF is coming back, apart from all the other reasons which have a bearing on all India politics, one major reason is that this is the only state government in the whole country. Of all the parties that have state governments, this is the only state government in the whole country that actually has implemented the promises that it made to the people in the last election. Out of the 600 promises made, 580 are already fulfilled, the other 20 are in the process. This record nobody else in India has, and that is why people are supporting the LDF to come back. LDF തിരിച്ച് അധികാരത്തിലേക്ക് വരുമെന്ന് പറയുന്നതിന്റെ കാരണം വേറൊന്നുമല്ല, ഇന്ത്യയിൽ ഇത്രയും സംസ്ഥാനങ്ങളിൽ ഏക സംസ്ഥാനം കേരളമാണ്. അവിടെയാണ് അധികാരത്തിൽ വരുന്നതിനു വേണ്ടി തയ്യാറാക്കിയ പ്രകടന പത്രികയിൽ നൽകിയ 600 വാഗ്ദാനങ്ങളിൽ 580 വാഗ്ദാനങ്ങളും നിറവേറ്റിയ ഒരു ഭരണകൂടമുള്ളത്. ബാക്കി 20 വാഗ്ദാനങ്ങൾ നിറവേറ്റപ്പെടുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് അത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നിറവേറ്റിയ ഏക ഭരണകൂടം എന്ന നിലയിൽ കേരളത്തിൽ LDF തിരിച്ച് അധികാരത്തിൽ വരുമെന്ന് നമുക്ക് ഉറപ്പാണ്. This was achieved despite a very difficult situation in Kerala. The Kerala suffered along with the rest of the country with the demonetization. Soon after came the natural disaster of floods, followed by your cyclones and the other natural disasters, and then on top of it the corona pandemic, and then the national lockdown, the crisis of the migrants. This was a period of crisis in these 5 years. But despite this crisis, in order to overcome this crisis, the LDF government played a very exemplary role that is appreciated all over the country, that it could manage to unite the people of Kerala, not only in Kerala, not only in India, but even abroad, to come together and act as one man to meet these disasters and to provide relief to the people. That is an unprecedented achievement in today's Indian situation, and that is the reason why another LDF term for the LDF government is essential to consolidate this process of people's welfare being extended much beyond what it is today. ഈ തരത്തിലുള്ള നേട്ടം നമ്മൾ നേടിയത് നിരവധി പ്രയാസങ്ങളെയും വെല്ലുവിളികളെയും നേരിട്ടുകൊണ്ടാണെന്ന് നമുക്കറിയാം. കഴിഞ്ഞ 5 വർഷക്കാലം LDF കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നോട്ട് നിരോധനം പോലെയുള്ള പ്രയാസങ്ങൾ, പ്രളയവും പേമാരിയും ഓഖിയും പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ, കൊറോണ എന്ന് പറയുന്ന ഭീകരമായ വ്യാധി, അതിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന ലോക്ക്ഡൌൺ, അതിന്റെ ഭാഗമായി അതിഥിത്തൊഴിലാളികളെ അടക്കമുള്ള ആളുകളുടെ കാര്യം നോക്കേണ്ടി വന്നതിനുള്ള വെല്ലുവിളി, ഇതെല്ലാം തന്നെ ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ ഈ സർക്കാരിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആ കാലത്തിലൊക്കെ തന്നെ ജനങ്ങളെ ഒറ്റക്കെട്ടായി ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരൊറ്റ മനസ്സോടുകൂടി ഈ പ്രതിസന്ധികളെ പരിഹരിക്കാൻ, മുറിച്ചു കടക്കാൻ വേണ്ടി നേതൃത്വം നൽകിയ സർക്കാരിന്റെ നേട്ടങ്ങൾ രാജ്യത്തെന്നല്ല അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടതാണ്. ആ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനും പൂർണ്ണമാക്കാനും ഒരു ടൈം കൂടി LDF അധികാരത്തിൽ വരേണ്ടതുണ്ട്. അതുകൊണ്ടാണ് LDF തിരിച്ചു ഭരണത്തിൽ വരുമെന്ന് നമ്മൾ പറയുന്നത്. But this has also happened in the situations where the central government was very hostile to the Kerala government. It still is very hostile. They did not give the relief to the Kerala government as much as was required to meet the natural disasters of these floods and cyclones. They did not release the legitimate dues that are due to the state government of Kerala on the GST dues. They continuously obstructed even external help coming from foreign countries to aid people of Kerala during natural disasters. All this was undertaken by the central government to try and destabilize the LDF government. But the LDF government withstood all these attacks by the center that are still continuing, withstood all these attacks and continued to serve the people, which is a very unique and extraordinary achievement that no other state government has achieved in India. ഈ കാര്യങ്ങളിലെല്ലാം കേന്ദ്ര സർക്കാരിന്റെ സമീപനം ശത്രുതാപരമായിരുന്നു എന്ന് നമുക്കറിയാം. കേന്ദ്ര സർക്കാർ ഈ കാലങ്ങളിൽ പ്രകൃതി ദുരന്തവും രോഗവും ഒക്കെ വന്ന സമയത്ത് നൽകേണ്ട ആശ്വാസമോ സാമ്പത്തിക സഹായങ്ങളോ കേരളത്തിന് നൽകിയില്ല എന്ന് മാത്രമല്ല, നൽകേണ്ട GST അടക്കമുള്ള കുടിശ്ശിക പിടിച്ചുവെക്കുകയും മറ്റ് സാമ്പത്തിക സഹായങ്ങൾ നൽകാതെ സർക്കാരിനെ ഞെരുക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം
ഈ സംസ്ഥാനം ഭരിക്കുന്ന LDF സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുക എന്നതായിരുന്നു. ആ ഉദ്ദേശം നടന്നില്ല എന്ന് മാത്രമല്ല, അതിനെയെല്ലാം ധീരമായി ചെറുത്തു നിൽക്കാൻ കേരളത്തിലെ ജനങ്ങളുടെ പിന്തുണയോടുകൂടി കേരള ഗവൺമെന്റിന് കഴിഞ്ഞു. അത് അന്യാദൃശ്യമായ ഒരു നേട്ടം തന്നെയാണ്. But the significance of an LDF government is not only confined to the work done for the people's welfare and the manner in which the unity of the people was maintained in the last 5 years, but the significance lies that in putting forward alternative policy approaches to the problems and the crisis facing the country. LDF സർക്കാരിന്റെ പ്രാധാന്യം കഴിഞ്ഞ വെല്ലുവിളി നിറഞ്ഞ കാലഘട്ടങ്ങളിൽ ജനങ്ങൾക്ക് ജനക്ഷേമകരമായ നടപടികൾ നടപ്പിലാക്കുക എന്നത് മാത്രമല്ല, അതോടൊപ്പം തന്നെ ഒരു ബദൽ നയം, ഒരു ബദൽ വികസന സാമ്പത്തിക നയം ഈ രാജ്യത്തിന് കാണിച്ചു കൊടുക്കുന്നു എന്ന പരമപ്രധാനമായ പ്രാധാന്യം കൂടി ഈ സർക്കാരിനുണ്ട്. When the CAA was brought in, Citizenship Amendment Act, the first assembly that actually adopted a resolution saying that this is not acceptable to Kerala because we feel this is against the Constitution of India, was the Kerala Assembly under the LDF. CAA നിയമം, പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കിയ കാലഘട്ടം നമുക്ക് ഓർമ്മയുണ്ട്. ആ കാലഘട്ടത്തിൽ ഇത് ഈ മണ്ണിൽ നടക്കില്ല എന്ന് ആദ്യം പ്രഖ്യാപിച്ചത് കേരളമാണ് എന്ന് നമുക്കറിയാം. Today, for more than 4 months, lakhs and lakhs of farmers in our country are still continuing their protest against the farm laws, demanding the withdrawal of these agricultural laws. They have surrounded Delhi. All the national highways reaching into Delhi are blocked by this farmers' agitation for more than 4 months. More than 300 of the farmers have died, have become martyrs in the struggle. But till today, the Modi government is not paying attention nor wanting to hear them and discuss in a serious manner. What are the farmers demanding? Withdraw these bills, discuss with the farmers, discuss with the corporates, form new legislations for agricultural reforms. Very reasonable demand, but Modi government doesn't accept it, nor is willing to provide relief for them, but they want to sell Indian agriculture, sell the farmer to corporates. What did Kerala government do? It rejected these agri bills in the assembly and it gave its own reforms for our farmers, and Kerala is the only state that is giving a minimum support price for vegetables. That is 16 vegetables in the state have a minimum support price. No other state has done this. This is the alternative. That is why LDF coming back is important. നമുക്കറിയാം, കഴിഞ്ഞ 4 മാസമായി ഡൽഹിയിൽ കർഷകരുടെ വലിയ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമരത്തിൽ ഇതിനകം തന്നെ 300-ലധികം പേർ രക്തസാക്ഷികളായി. ആ സമരം ഡൽഹിയെ ഉപരോധിച്ചുകൊണ്ട് കാർഷിക വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടക്കുമ്പോൾ ആ സമരം ശ്രദ്ധിക്കാനോ ആ കർഷകരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് എന്തെങ്കിലും തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകാനോ മോദി തയ്യാറല്ല എന്ന് മാത്രമല്ല, ഈ രാജ്യത്തെ കർഷകരെയും കാർഷിക രംഗത്തെയും ആകെ കുത്തകകൾക്ക് തീരെഴുതാനാണ് മോദി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കേരള സർക്കാർ എന്താണ് ചെയ്തത്? നമുക്കറിയാം, ഈ നിയമങ്ങൾ, കാർഷിക വിരുദ്ധ നിയമങ്ങൾ കേരള സർക്കാർ നിരസിച്ചു, അത് തള്ളിക്കളഞ്ഞു എന്ന് മാത്രമല്ല, കർഷകർക്ക് ആവശ്യമായ എല്ലാ തരത്തിലുമുള്ള ആശ്വാസകരമായ നടപടികൾ നടത്തുന്നു. കേരളമാണ് പച്ചക്കറികൾക്ക് 16 ഇനം പച്ചക്കറികൾക്ക് താങ്ങുവില പ്രഖ്യാപിച്ച ഏക സംസ്ഥാനം കേരളമാണെന്ന് നമുക്കറിയാം. ഈ കർഷക ക്ഷേമപരമായ നിലപാടുകൾ ഉള്ളതുകൊണ്ട് തന്നെ കേരളത്തിൽ LDF തിരിച്ച് അധികാരത്തിൽ വരേണ്ടതുണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കണം. Look at what Modi's government is doing with our national wealth, our national assets, that is people's wealth, that is our public sector is being totally sold out. Railways, airlines, your airports, your communications, BSNL, MTNL, your defense production, your oil sector, everything in the country, including our universities, schools, colleges, and our hospitals, are all being privatized in order to benefit the corporates and the Prime Minister's own very close crony friends. The country is being looted. And as against the loot of this country through privatization, what does the Kerala government do?
it announced that not a single of the state public sector enterprises will be privatized. And loss-making state public sector enterprises during these last 5 years, more than 1/3 of them have been converted into profit-generating public sector undertakings. So they can be turned around. That is the example Kerala is showing to the country. That is the alternative approach. That is what is required for the country, for our economic wealth and our people's welfare and interest. ദേശീയ സമ്പത്ത് കൊള്ളയടിക്കുന്ന ഭരണമാണ് മോദിയുടേതെന്ന് നമുക്കറിയാം. പൊതുമേഖലാ സ്ഥാപനങ്ങളാകെ വിറ്റഴിക്കുന്നു. റെയിൽവേ, എയർപോർട്ട്, ഫാക്ടറികൾ, യൂണിവേഴ്സിറ്റികൾ, വാർത്താവിനിമയ സംവിധാനങ്ങൾ തുടങ്ങി പ്രതിരോധ ഫാക്ടറികൾ വരെ വിറ്റഴിക്കുകയാണ്. മുതലാളികൾക്കായി, അതുപോലെ തന്നെ മോദിയുടെ ചങ്ങാതിമാർക്കായി ഇതെല്ലാം വിറ്റടിച്ചുകൊണ്ടിരിക്കുന്ന, സ്വകാര്യവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ കേരളം കാണിച്ചു കൊടുക്കുന്ന ബദൽ മാർഗം എന്താണ് എന്ന് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കേരളത്തിൽ LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ നഷ്ടത്തിലായിരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 1/3 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇതിനകം തന്നെ ലാഭത്തിലാകുന്ന രീതിയിലുള്ള ജനക്ഷേമകരമായ ഒരു ബദലാണ് കേരള സർക്കാർ കാണിച്ചു കൊടുത്തത്. മാത്രമല്ല, ഒരൊറ്റ പൊതുമേഖലാ സ്ഥാപനം പോലും സ്വകാര്യവൽക്കരിക്കപ്പെടുകയില്ല എന്ന് കേരള ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. ഈ നയമാണ് നമുക്ക് രാജ്യത്തെമ്പാടും വേണ്ടത് എന്നാണ് ഞാൻ പറയുന്നത്. That is why today when the issue comes up, saying that who will face up and fight these policies of the Modi government, Kerala government's performance shows that Congress is not capable of doing it. Otherwise, their state governments could have done the same thing. But it was the Congress that started the process of privatizing the public sector. So that is why their state governments have not taken any alternative approach like Kerala has done. So today, in Kerala's situation, the Congress and the UDF, Congress-led UDF and the BJP are playing in tandem on almost all issues. On all issues against the LDF government, they are together in Kerala, and therefore it is necessary today to stop the BJP, to correct the course of the policy direction that is required to defeat the UDF and re-elect the LDF once again. That is the message of the alternative policy direction that Kerala will give to the Indian people. മോദിയുടെ നയങ്ങളെ കോൺഗ്രസിന് എതിർക്കാൻ കഴിയുന്നില്ല. കോൺഗ്രസിന്റെ സംസ്ഥാന സർക്കാരുകൾ ഒന്നും തന്നെ ഇത്തരത്തിലുള്ള ബദൽ നയങ്ങളുമായി മുന്നോട്ട് പോകുന്നില്ല. സത്യത്തിൽ കോൺഗ്രസ് ആണ് രാജ്യത്ത് സ്വകാര്യവൽക്കരണം തുടങ്ങിവെച്ചത് എന്ന് നമുക്കറിയാം. ഇപ്പോൾ കേരളത്തിന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള നയങ്ങൾ ഒരു കോൺഗ്രസ് ഭരണ സർക്കാരുകളും സംസ്ഥാനങ്ങളും നടപ്പിലാക്കുന്നില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം അറിയാം, UDFും കോൺഗ്രസ് നയിക്കുന്ന UDFും BJPയും ഒത്തുകളിക്കുകയാണ്. ഈ കാര്യത്തിലല്ല, എല്ലാ കാര്യങ്ങളിലും LDF സർക്കാരിനെതിരായ ഒത്തുകളിയുടേതായ ഒരു സഹകരണമാണ് ഈ രണ്ട് മുന്നണികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ BJPയെ തടുത്തു നിർത്താനോ BJPയുടെ വിനാശകരമായ രാഷ്ട്രീയം തുടച്ചു നീക്കാനോ കോൺഗ്രസിന് കഴിയില്ല എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് LDFനെ തിരിച്ച് അധികാരത്തിൽ കൊണ്ടുവരിക എന്നത് നാം രാജ്യത്തിന് നൽകുന്ന ഒരു സന്ദേശമാണ്. മോദിയുടെയും കോൺഗ്രസിന്റെയും നയങ്ങൾക്കെതിരായ ഒരു സന്ദേശമാണ്. That is why today, all over the country, Kerala has the reputation. In a background where today merciless attacks are taking place upon our sisters and mothers, the brutal gang rapes, the murder of Dalit teen girls, and culprits, not a single culprit is the brutality of atmosphere of hate and violence that this communal forces generate. Because of that, social justice as a fundamental pillar of our constitution is being destroyed. Kerala stands out as the most unique example in India. This is the only state where people are treated as people because they are human beings. First is that you are a human being, and then your faith, your caste, all these things matter. So that humanism that is there in Kerala society, Kerala legacy, that is the answer to this atmosphere of hate and violence that is gripping India under the BJP all over the country. That is why Kerala's example must become the example for rest of India, which means the LDF must be returned to Kerala. Only then will this example be generated outside, and that is
time censorship irukanga. So therefore what I was saying is this value of humanism, which is an essential and integral element of Kerala society, that is the answer to this atmosphere of hate and violence and communal violence that is being generated by the BJP, RSS and their affiliates. And that is the answer you have to give by re-electing the LDF, so that the message goes to the rest of India and Indian people that we have to today save India, save our constitution, so that we can create better India tomorrow. That only the people of Kerala can do by re-electing the LDF. ഇന്ത്യ രാജ്യത്ത് ആകമാനം വിദ്വേഷത്തിന്റെയും അക്രമത്തിന്റേതുമായ അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിന് പുറത്തുള്ള മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും ദളിതർക്കെതിരായ, പെൺകുട്ടികൾക്കെതിരായ, സാമൂഹികമായി പിന്നാക്കം നിൽക്കുന്നവർക്കെതിരായ ആക്രമണങ്ങൾ നടക്കുന്നു. ജാതിയുടെയും മതത്തിന്റെയും പേരിലുള്ള ക്രൂരമായ ആക്രമണങ്ങൾ നടക്കുന്നു. കേരളത്തിനൊരു ഖ്യാതിയുണ്ട്. മനുഷ്യരെ മനുഷ്യരായി കാണുന്ന, ആദ്യം മനുഷ്യരായി കാണുന്ന, പിന്നീട് മാത്രം അവരുടെ വർഗവും മറ്റും മാത്രം കാണുന്ന ഒരു ഖ്യാതി കേരളത്തിനുണ്ട്. അങ്ങനെ മാനവികതയായ ഒരു സന്ദേശം കേരളം രാജ്യത്തിന് നൽകുന്നുണ്ട്. ആ രാജ്യത്തിന്റെ നൽകുന്ന സന്ദേശത്തെ കൂടുതൽ മെച്ചപ്പെടുത്താനും അങ്ങനെ കേരളത്തിൽ ഇടതുപക്ഷ മുന്നണിയെ വീണ്ടും അധികാരത്തിലെത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ളൊരു സന്ദേശം, ഇത്തരത്തിലുള്ളൊരു സാമൂഹിക സൗഹാർദ്ദത്തിൻ്റെതായ അന്തരീക്ഷം രാജ്യത്തെമ്പാടും സൃഷ്ടിക്കാൻ സാധ്യമാണ് എന്ന ഒരു സന്ദേശം കേരളത്തിലെ ജനങ്ങൾ ഇന്ത്യക്കാകെ നൽകേണ്ടതുണ്ട്. And today, anybody who opposes this Modi government, they are being arrested under sedition laws, under UAPA. So dissent against the government is treated as anti-national by them. I cannot criticize what the government is doing, otherwise I'll be jailed. That is the message they want to convey. But that is not stopping the Indian people. Lakhs and lakhs of them are out in the protest today. But it is only in the state of Kerala where democratic rights and human liberties and civil liberties, they are upheld and maintained by the rule of law. So this also stands out in direct contrast, and that is why again LDF has to come back to form the government here. Otherwise this defense of people's democratic rights and civil liberties is not possible. എതിരാളികളെ അടിച്ചമർത്തുന്ന സമീപനമാണ് മോദി സർക്കാർ തുടരുന്നത് നമുക്കറിയാം. മോദി സർക്കാരിനെതിരായി അഭിപ്രായം പറയുന്ന ആളുകളെ UAPA പോലെയുള്ള കരിനിയമങ്ങൾ ചുമത്തിക്കൊണ്ട് ദേശവിരുദ്ധരായി, രാജ്യദ്രോഹികളായി മുദ്രയടിക്കുകയാണ്. എന്നാൽ അതൊന്നും ജനങ്ങളെ പിന്തിരിപ്പിക്കുന്നില്ല എന്ന് നമുക്കറിയാം. ജനങ്ങൾ സമരമാർഗത്തിൽ തന്നെയാണ്. കേരളത്തിലാകട്ടെ ജനാധിപത്യപരമായ അവകാശങ്ങൾ, അതുപോലെ തന്നെ പൗര സമൂഹത്തിൻ്റെതായ അവകാശങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ പരിപാലിപ്പിക്കപ്പെടുന്ന ഒരു സമൂഹമാണുള്ളത്. ഇവിടെ ജനാധിപത്യ അവകാശങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങൾക്കും നൽകപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തുന്നുണ്ട്. അങ്ങനെ ഭരണഘടന ഉറപ്പുവരുത്തുന്ന എല്ലാ അവകാശങ്ങളും നൽകുന്ന ഈ ഭരണകൂടത്തിന്റെ മാതൃക രാജ്യത്തെമ്പാടും പരക്കേണ്ടതുണ്ട്. That is why today anybody who is opposing them, there is a new Trishulam that they have invented, the BJP RSS. They have one Trishulam for their communal polarization. Now there is a new Trishulam for their political behavior and political conduct. And in this Trishulam, the first point of the Trishulam is their money power. Through their money power, they think they can buy over everybody and make democracy a mockery. Like in Goa, they lost the election, but they formed the government. In Karnataka, they lost the election, but they are in government. In Madhya Pradesh, they lost the election, they are in government. In Arunachal Pradesh, they lost the election, they are in government. That is why Mr. Amit Shah says here in Kerala that if BJP wins 35 seats, then they will form the government in Kerala. Everybody knows to form a government in Kerala you require 70 plus MLAs. But they claim with 35 they can form the government because they think that even in Kerala they can buy over MLAs. And more than 50% of the MLAs who have joined the BJP from other parties are from the Congress party. And that is why Congress being a firm opposition to the BJP is completely,
is shown to be totally useless, that they actually collaborate. Their people, elected people, go over to the BJP to allow them to form the government. So this money power, through this money power, they want to curtail any disagreement and suppress all opposition. BJPയും RSSും വർഗീയ കലാപങ്ങളിൽ തൃശൂലം ഉപയോഗിച്ചത് നമുക്കറിയാം. ഇപ്പോൾ അവരൊരു പുതിയ തൃശൂലവുമായി വന്നിരിക്കുകയാണ്. ആ തൃശൂലത്തിന്റെ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് പണമാണ്. ആ പണം ഉപയോഗിച്ചുകൊണ്ടാണ് അവർ അധികാരം കൊയ്യുന്നത്. വലിയ തോതിലുള്ള പണം ഒഴുക്കിക്കൊണ്ട് അവർ അധികാരത്തിലേക്ക് വരുന്ന കഥ നമ്മൾ കണ്ടതാണ്. ഗോവ, കർണാടക, മധ്യപ്രദേശ്, അരുണാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ അവർ വിജയിച്ചില്ലെങ്കിൽ പോലും വിജയിച്ചു വന്ന MLA-മാരെ പൈസ കൊടുത്ത് ചാക്കിലാക്കി ഭരണം പിടിക്കുന്ന മാതൃകയാണ് കാണിച്ചത്. അതുകൊണ്ടാണ് അമിത്ഷാ കേരളത്തിൽ വന്ന് പറഞ്ഞത്, ഞങ്ങൾക്കൊരു 35 MLA-മാരെ കിട്ടിയാൽ ഞങ്ങൾ കേരളം ഭരിക്കുമെന്ന്. നമുക്കറിയാം, കേരളത്തിൽ ഭരിക്കണമെങ്കിൽ 70 MLA-മാർ വേണം, 70-ൽ കൂടുതൽ MLA-മാർ വേണം. എന്നാൽ അമിത്ഷാ പറഞ്ഞത് ഞങ്ങൾക്ക് വെറും 35 MLA-മാരുണ്ടായാൽ മതി എന്നാണ്. അതാണ് അവരുടെ നയം. ആ രീതിയിൽ BJP-യിലേക്ക് വന്ന MLA-മാരിൽ 50%-ലധികം പേർ കോൺഗ്രസിൽ നിന്നാണ് വന്നത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഒരു കാലത്തും കോൺഗ്രസിന് BJP-ക്ക് ബദലാകാനോ BJP-യെ എതിർക്കാനോ കഴിയുകയില്ല. BJP-ക്ക് വശാന പാടുന്ന ഒരു ഭാഗമായി കോൺഗ്രസ് മാറിയിരിക്കുകയാണ് എന്ന് നമുക്കറിയാം. And the second is the CBI. If you do not accept their money and accept to join them, CBI cases are foisted upon you so that you are intimidated, you are terrorized, and then they hope that you will succumb to them. If you don't succumb to them, then you will be in jail, like former Bihar Chief Minister Lalu Prasad Yadav is in jail today for more than 5 years. So if you don't accept the BJP, you don't accept their money, then you will be arrested under CBI, under false cases, and kept in jail. The cases will go on pending, but you will not be allowed to do active politics. That is their second weapon. ഈ തൃശൂലത്തിന്റെ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് കേന്ദ്ര അന്വേഷണ ഏജൻസികളാണ്. CBI പോലെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് വിമതശല്യം ഇല്ലാതാക്കുക, വിമതാഭിപ്രായങ്ങൾ ഇല്ലാതാക്കുക എന്നതാണ് ചെയ്യുന്നത്. അപ്പോൾ സർക്കാരിനെതിരായി അഭിപ്രായം പറയുന്ന ആളുകളെ ഭയപ്പെടുത്തി കീഴടക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് തയ്യാറല്ലെങ്കിൽ നിങ്ങൾ ജയിലിലേക്ക് പോകേണ്ടി വരും. അത് ദീർഘകാലം നിങ്ങളെ ജയിലിൽ അടച്ചിടും. ബീഹാറിൽ ലാലു പ്രസാദ് യാദവ് 5 വർഷത്തിലധികമായി ജയിലിൽ കിടക്കുകയാണെന്ന് നമുക്കറിയാം. അങ്ങനെ എതിരാളികളെ നിയമത്തിന്റെ കുരുക്കിൽപ്പെടുത്തി കീഴടക്കുക എന്ന നയമാണ് രണ്ടാമത്തെ തൃശൂലത്തിന്റെ രണ്ടാമത്തെ ഭാഗം. That is why the third one of that is the use of the enforcement department of the ED. If Lalu Prasad Yadav, even though there are cases against him, they are pending in the courts. They must be, if they are guilty, he should be punished. But then keeping them in jail without giving him bail, that is the strategy. Don't allow them to do political mobilization. Now, even if that fails, the third point of the Trishul is what? That is the enforcement department, ED. Like they are using in Kerala, misusing the ED in order to destabilize the LDF government and in order to ensure that, hoping that they will get people's support for it. Unfortunately, the BJP's efforts of using the ED, the Congress is also party to it. And both of them together are making these wild allegations against the LDF government, which the ED is pursuing. Last 5 years, they failed to destabilize the LDF government. You must, through your vote now, give the message that you failed for the last 5 years, but this time we are re-electing the LDF, so that for the next 5 years also, all your games of this new Trishulam will fail in Kerala, because Kerala people will reject all these maneuvers that you make in order to destabilize our elected government. ഈ തൃശൂലത്തിന്റെ മൂന്നാമത്തെ മുന ED ആണ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ്. അവിടെ അവർ കേരളത്തിൽ ലാലു പ്രസാദ് യാദവിനെ ജയിലിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്, ജാമ്യം പോലും നൽകാതെ ജയിലിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ആ രീതിയിൽ തന്നെയാണ് കേരളത്തിലും ഇടപെടുന്നത്. കേരളത്തിൽ ED-യുടെ ദുരുപയോഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ED-യെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് സർക്കാരിനെ മറിച്ചിടാമെന്നാണ് BJP വിചാരിക്കുന്നത്.
ദൗർഭാഗ്യവശാൽ കോൺഗ്രസും ഈ കാര്യത്തിൽ ബിജെപിയോടൊപ്പം ചേർന്ന് കളിക്കുകയാണ്. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനങ്ങളുടെ പിന്തുണ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ED വിഭാഗത്തെ ഇവിടെ രംഗത്തിറക്കിയിരിക്കുന്നത്. നമ്മൾ അവർക്കൊരു മറുപടി കൊടുക്കാൻ പോവുകയാണ്. കഴിഞ്ഞ 5 വർഷക്കാലം നിങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന അട്ടിമറി ശ്രമങ്ങൾ വിജയിച്ചില്ല എന്ന് ഞങ്ങൾക്കറിയാം. ഇനിയും 5 വർഷക്കാലം നിങ്ങളുടെ കളികൾ കേരളത്തിൽ നടക്കില്ല. ഞങ്ങളിതാ ഈ സർക്കാരിനെ വീണ്ടും അധികാരത്തിലേറ്റാൻ പോവുകയാണ് എന്ന മെസ്സേജാണ് നമുക്ക് നൽകാനുള്ളത്. That is why it is very important when I said that you have to create history, like in 1957, the people of Kerala created history by electing a communist government headed by Comrade E.M.S. Namboodiripad. Like that in 2021, you have to create history by re-electing the LDF and sending the message to the country that the people of India do not accept these policies of the Modi government of looting India's wealth and deepening communal polarization that is creating an atmosphere of violence and hate, destroying the unity of the Indian people. People of Kerala reject these politics and have an alternative policy direction, and that can only come with the LDF government in Kerala, and that is why LDF will be re-elected in Kerala to give the message to the people of our country and to the direction of our politics in our country. നമുക്ക് ചരിത്രം സൃഷ്ടിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ ആദ്യത്തെ തന്നെ പറഞ്ഞതാണ്. കേരളത്തിലെ ജനങ്ങൾ ഇതിനു മുൻപ് ചരിത്രം സൃഷ്ടിച്ചവരാണ്. 1957 സഖാവ് EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാരിനെ അധികാരത്തെ എത്തിക്കൊണ്ടാണ് കേരളത്തിൽ നാം ആദ്യം ചരിത്രം സൃഷ്ടിച്ചത്. ആ രീതിയിൽ 2021 നമുക്ക് ചരിത്രം സൃഷ്ടിക്കേണ്ടതുണ്ട്. LDF സർക്കാരിനെ വീണ്ടും അധികാരത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഈ രാജ്യത്ത് മോദി സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നയങ്ങൾ നമുക്കറിയാം. ജനങ്ങളുടെ സമ്പത്ത് വിറ്റുതുലയ്ക്കുന്ന മുതലാളിത്ത പ്രീണന നയം ഒരു ഭാഗത്ത്, മറുഭാഗത്ത് വർഗീയതയിൽ ഊന്നിക്കൊണ്ടുള്ള അക്രമത്തിന്റെയും അതുപോലെ തന്നെ മറ്റ് വിദ്വേഷത്തിന്റേതുമായ അന്തരീക്ഷം മറ്റൊരു വശത്ത്. ഈ രാഷ്ട്രീയം നമുക്ക് തള്ളിക്കളയണം. കേരളത്തിലെ ജനങ്ങൾ മോദിക്കും മോദിയുടെ രാഷ്ട്രീയത്തിനും കൃത്യമായ മറുപടി നൽകണം. ഈ രാഷ്ട്രീയം തള്ളിക്കളഞ്ഞുകൊണ്ട് ഇതിന് ബദലായ ഒരു രാഷ്ട്രീയം ഉയർത്തിവെക്കാൻ കേരളത്തിലെ LDF സർക്കാരിന് മാത്രമേ കഴിയൂ. ആ കാര്യം രാജ്യത്തിന് കാണിച്ചു കൊടുക്കാനുള്ള ചരിത്രപരമായ ബാധ്യത നാം നിറവേറ്റേണ്ടതുണ്ട്. That is why I am appealing to all of you in this situation, because every day atrocities will grow. You've seen what happened to the nuns in Jhansi in BJP's Uttar Pradesh. The Home Minister comes here and he says that we will take action against the culprits. Same thing they said about Graham Staines when he was burnt in his car with his son. The same thing they said when the Christian missionaries' places of worship were attacked in Kandamahal in Orissa. Till now no action is taken. With all the victims of brutal gang rape and murder, they tell the country that they will take action, punish the guilty, punish the culprits, but not so far, nothing has been done. So this sort of violence is part of their politics. That is why LDF's victory has to be ensured in order to send the message that people of India will not tolerate this sort of politics. And that is the historic responsibility of all of you, and that is what you have to discharge in these coming elections. നമുക്കറിയാം, UPയിലെ ഝാൻസിയിൽ കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ട സംഭവം ഉണ്ടായി. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് BJP നേതാക്കന്മാർ അതിനെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് നമ്മളോട് പറഞ്ഞത്. എന്നാൽ ഇതിനു മുമ്പ് ഗ്രഹാം സ്റ്റെയിൻസിനെയും അയാളുടെ മകനെയും ചുട്ടുവന്നപ്പോൾ നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഒരു നടപടിയും ഉണ്ടായില്ല. അതിനു മുൻപ് കന്തമഹലിൽ ക്രിസ്ത്യൻ ആരാധനാലയങ്ങൾ ചുട്ടരിച്ചപ്പോൾ നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞു. നടപടി ഉണ്ടായില്ല. നാട്ടിലെമ്പാടും വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കി അതിലൂടെ കൂട്ടബലാത്സംഗവും കൂട്ടക്കൊലയും നടത്തുന്ന രാഷ്ട്രീയമാണ് ഉത്തരേന്ത്യയിൽ നടക്കുന്നത്. അതിനെതിരായി ഒരു തരത്തിലുള്ള നടപടികളും കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരുകളോ നടത്തുന്നില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മുടെ സന്ദേശം ഇത്തരത്തിലുള്ള രാഷ്ട്രീയം നടക്കില്ല എന്നതാണ്. ഇത്തരത്തിലുള്ള വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും രാഷ്ട്രീയം ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന സന്ദേശമാണ് സർക്കാരിന്റെ തിരഞ്ഞെടുപ്പിലൂടെ ഇടതുപക്ഷ മുന്നണിയെ വീണ്ടും അധികാരത്തിലേറ്റുന്നതിലൂടെ നമുക്ക് നൽകാനുള്ളത്. ആ ചരിത്രപരമായ ദൗത്യം നിങ്ങൾ ഏറ്റെടുക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്.
That is why I am very confident that once again all of you will re-elect Comrade K. Rajan as the MLA from here and re-elect the LDF government in Kerala, because that is the responsibility you have for the Indian people, not only for yourself, for the Indian people, for the Indian Republic, secular democratic republic, and to save the Indian Constitution, so that together we can create a better India and better Kerala. എനിക്ക് നിങ്ങളിൽ നല്ല വിശ്വാസമുണ്ട്. ഒല്ലൂരിലെ ജനങ്ങൾ സഖാവ് കെ രാജനെ ഒരിക്കൽ കൂടി MLA ആയി തെരഞ്ഞെടുക്കുമെന്നും ആ തെരഞ്ഞെടുപ്പിലൂടെ ഇന്ത്യ രാജ്യത്തിനാകമാനം ഇന്ത്യ രാജ്യത്തിന്റെ മതേതരത്വവും ജനാധിപത്യവും ഭരണഘടനയും സംരക്ഷിക്കുന്ന തരത്തിലുള്ള തീരുമാനം, ചരിത്രപരമായ തീരുമാനം എടുക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. That is why I keep coming to Thrissur very often, and I'll keep coming in the future. But this time when I come, I'll come to join the celebrations after the LDF has won and after Rajan has become the MLA. ഞാൻ ഇടയ്ക്കിടയ്ക്ക് തൃശ്ശൂരിൽ വരാറുള്ളതാണ്, ഇനിയും വരും. ഇത്തവണ വന്നിരിക്കുന്നത് LDFന്റെ വിജയം, സഖാവ് കെ രാജന്റെ വിജയം ആഘോഷിക്കാനാണ്. അത് നടക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. So looking forward to joining you in the celebrations. Thank you very much. നിങ്ങളുടെ ഒപ്പം വിജയാഹ്ലാദത്തിൽ പങ്കെടുക്കാൻ എനിക്ക് കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. അടുത്തതായി നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി സഖാവ് കെ രാജൻ നിങ്ങളോട് സംസാരിക്കും. അതിനുവേണ്ടി സഖാവിനെ ക്ഷണിച്ചോളുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ആദരണീയനായ ജനറൽ സെക്രട്ടറി, ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന് ദിശാബോധം നൽകിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ തലമുതിർന്ന മുന്നണി നേതാക്കളിൽ ഒരാളായിട്ടുള്ള സഖാവ് സീതാറാം യെച്ചൂരി, CPIMന്റെ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് MM വർഗീസ്, സഖാവ് MK കണ്ണേട്ടൻ, വേദിയിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമുന്നതരായിട്ടുള്ള ഘടകകക്ഷി നേതാക്കളെ, പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, ഞാൻ ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല. പ്രിയങ്കരനായ സഖാവ് സീതാറാം യെച്ചൂരിയുടെ സാന്നിധ്യം കൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രണ്ടാം വരവിന് വേണ്ടിയിട്ടുള്ള മഹത്തായ പോരാട്ടത്തിന് കൂടുതൽ കരുത്തായി എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ നിയോജക മണ്ഡലം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് രണ്ടാം വരവിന് വേണ്ടി ശ്രമിക്കുന്ന ചരിത്ര ഭൂരിപക്ഷത്തിലേക്ക് കടക്കുന്ന അപൂർവമായിട്ടുള്ള ഈ മുഹൂർത്തത്തിൽ സഖാവ് സീതാറാം യെച്ചൂരിയോടൊപ്പം കേരളത്തിലെ മുഴുവൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സ്നേഹിക്കുന്നവരും ഈ മഹാസമരത്തിനൊപ്പമുണ്ട് എന്ന് പ്രഖ്യാപിക്കാവുന്ന അത്യുജ്വലമായ ഒരു നിമിഷമായി ഒല്ലൂർ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇത് മാറുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കണ്ണിലെ കൃഷ്ണമണി പോലെ 3.5 കോടി വരുന്ന മലയാളിയെ സംരക്ഷിച്ചതിന്റെ നന്ദി കൂടിയാണ് കേരളം ഈ തെരഞ്ഞെടുപ്പിലൂടെ നടത്താൻ വേണ്ടി പോകുന്നത്. 2 ഭീകരമായ പ്രളയങ്ങൾ, ഒരുപക്ഷെ നമുക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത വിധത്തിൽ നമ്മളെ ഗ്രസിച്ച കൊറോണയുടെ ഭീകരത, ഇതിന് രണ്ടിനുമിടയിൽ ലോകത്തിന്റെ മുമ്പിൽ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ലോകത്തിന്റെ മുമ്പിൽ ഏറ്റവും മാതൃകാപരമായി ഒരു നാടിന്റെ പ്രജകളെ കാത്തു സൂക്ഷിച്ച ഗവൺമെന്റിന്റെ പേരെന്ത് എന്ന ചോദ്യത്തിന് ലോകം അഭിമാനത്തോടെ മറുപടി പറയുന്ന പേര് സഖാവ് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എന്നാണ്. നമുക്കറിയാം, ഇന്ത്യയിലെ വിവിധങ്ങളായ സംസ്ഥാനങ്ങളിൽ ചുഴലിക്കാറ്റുകൾ, ഭൂകമ്പങ്ങൾ, പ്രളയം, കൊടുങ്കാറ്റ്, പ്രകൃതി അനവധി തവണകളിൽ അപകടകരമായ വിധത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളെ ആക്രമിക്കുമ്പോൾ നഷ്ടപ്പെട്ടവർ ഒത്തുചേർന്ന് നമ്മുടെ നാട്ടിലേക്ക് വരാറുണ്ട് ഭിക്ഷയാചിക്കാൻ വേണ്ടി. അങ്ങനെ ഭീകരമായ 2 പ്രളയങ്ങളും ഒരു കൊറോണയും ഉണ്ടായിട്ടും മലയാളി അന്യ സംസ്ഥാനത്തേക്ക് ഭിക്ഷ തണ്ടാൻ വിടാതെ നഷ്ടപ്പെട്ടതെല്ലാം മലയാളിക്ക് തിരിച്ചു തന്നൊരു ഗവൺമെന്റാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് എന്ന് നമുക്ക് മറക്കാനാകില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒറ്റ ആരോപണം, നമ്മുടെ മണ്ഡലത്തെക്കുറിച്ച് പല ഘട്ടങ്ങളിലായി മാധ്യമങ്ങളും
ഇപ്പോൾ വലതുപക്ഷ പ്രസ്ഥാനത്തിന്റെ എഴുത്തുകാരും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്, പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അത് ഈ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ചരിത്രം ഓരോ തവണയും മാറിക്കൊണ്ടിരിക്കും എന്നാണ്. അത് ഒല്ലൂർ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ചരിത്രം പഠിക്കാത്തതിന്റെ അപകടമാണ് എന്ന ഓർമ്മപ്പെടുത്തൽ ഞാൻ ഈ അവസരത്തിൽ നിങ്ങളുടെ മുമ്പിൽ നടത്തുകയാണ്. 30 വർഷക്കാലത്തെ ചരിത്രമാണ് ബന്ധപ്പെട്ടവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ ചരിത്രത്തിലേക്ക് പോകാം. 995 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നമ്മുടെ നിയോജക മണ്ഡലത്തിലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ 5 പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന അന്നത്തെ ഈ മണ്ഡലത്തിനകത്ത് വലിയ ഭൂരിപക്ഷം നേടി. 96 തുടർന്ന് വന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സഖാവ് CN ജയദേവൻ ഈ മണ്ഡലത്തിന്റെ MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. 2000 നമുക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നടന്ന തിരഞ്ഞെടുപ്പിന്റെ ഫലം തിരിച്ചടിയായി. 2001 നടന്ന തിരഞ്ഞെടുപ്പിൽ നിയമസഭയിൽ നാം പരാജയപ്പെട്ടു. 2005 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും നമ്മുടെ മണ്ഡലത്തിൽ നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തിരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചപ്പോൾ 2006 നടന്ന തിരഞ്ഞെടുപ്പിൽ സഖാവ് രാജാജി മാത്യു തോമസ് ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. 2010 നമുക്ക് തിരിച്ചടിയുണ്ടായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ. 2011 നമുക്ക് ഈ മണ്ഡലം നഷ്ടപ്പെട്ടു. 2015 പ്രിയപ്പെട്ടവരെ, 27 കൊല്ലക്കാലത്തെ ചരിത്രം തിരുത്തി നടത്തറ പഞ്ചായത്ത് കൂടി നമ്മൾ പിടിച്ചെടുത്തതോടെ 4 പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ചു. 2016 നിങ്ങളെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് എന്നെ ചരിത്ര ഭൂരിപക്ഷത്തോടെ ഈ മണ്ഡലത്തിൽ വിജയിപ്പിച്ചു. അങ്ങനെ വരുമ്പോൾ വലതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ചരിത്ര നിരീക്ഷകർക്ക് മനസ്സിലാകേണ്ടത് 2015 ടേം കണക്കനുസരിച്ചാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പ് ഉണ്ടാകേണ്ടതെങ്കിൽ 2020 നിങ്ങളുടെ കണക്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിറകിൽ പോകേണ്ടതായിരുന്നു. പക്ഷെ അഭിമാനത്തോടെ സഖാവ് സീതാറാം യെച്ചൂരി എന്ന CPIM-ന്റെ ജനറൽ സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ ആ ചരിത്രത്തിലേക്ക് തിരിച്ചു നോക്കുമ്പോൾ 2015 4 പഞ്ചായത്തും ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്തും തൃശൂരിലെ ജില്ലാ പഞ്ചായത്തും തൃശൂരിന്റെ കോർപ്പറേഷനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണെങ്കിൽ 2020 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ വിജയം ഈ നിയോജക മണ്ഡലത്തിൽ ആവർത്തിച്ചു. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ആർക്കാണോ ഭൂരിപക്ഷം അവരാണ് തുടർന്നുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കാറ്. ആരാണോ കേരളം ഭരിക്കുന്നത് ആ മുന്നണിയുടെ പ്രതിനിധിയാണ് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരാറ്. വലിയ അഭിമാനബോധത്തോടെ സഖാക്കളെ തികച്ചും ശക്തമായൊരു പോരാട്ടത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ മണ്ഡലത്തിൽ നേതൃത്വം നൽകുമ്പോൾ ആ സമരത്തിന് നേതൃത്വം നൽകാൻ ചുമതലപ്പെട്ട ഒരു സഖാവ് എന്ന നിലയിൽ ഉറപ്പിച്ചു ഞാൻ നിങ്ങളോട് പറയുന്നു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സഖാവ് പിണറായി വിജയന്റെ 2ാം വരവിനെ കേരളത്തിൽ വഴിയൊരുക്കുമ്പോൾ ഒല്ലൂർ നിയോജക മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ഈ നിയോജക മണ്ഡലത്തിൽ മുന്നോട്ട് പോകുന്ന ചരിത്ര നിമിഷം ഉണ്ടാകും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 1000 കോടി രൂപയുടെ വികസന വാഗ്ദാനമല്ല ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഈ ജനങ്ങളുടെ മുമ്പിൽ വാഗ്ദാനങ്ങൾ എന്തെങ്കിലുമുണ്ടോ എന്ന ചോദ്യത്തിന് പറഞ്ഞ മറുപടി കക്ഷി രാഷ്ട്രീയത്തിനതീതമായി രാഷ്ട്രീയ സംശുദ്ധിയോടെ 5 വർഷക്കാലം ആർക്കും എപ്പോഴും സമീപിക്കാവുന്ന ഒരു ജനപ്രതിനിധിയായി ഈ നിയോജക മണ്ഡലത്തിൽ ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാകും എന്നായിരുന്നു. ആ വാഗ്ദാനം പാലിച്ചു എന്ന ആത്മവിശ്വാസത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി നിങ്ങളെ പ്രതിനിധീകരിച്ച് നിങ്ങളുടെ എല്ലാം ചരിത്ര വിജയത്തിലേക്കുള്ള കാൽവെപ്പിൽ നിങ്ങളുടെ എല്ലാം പിന്തുണയുണ്ടാകണമെന്ന് സവിനയം അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കുന്നു. ലാൽ സലാം. ഇവിടെ നാളെ മുതൽ 4-ാം തീയതി സമാപന ദിവസം വരെ നടക്കുന്ന കലാജാഥയുണ്ട്, ഫ്ലാഷ് മോബുണ്ട്. രണ്ടും ഒരുമിച്ചാണ് നടക്കുന്നത്. അതിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട നമ്മുടെ പാർട്ടി ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാമൻ നടത്തും. ബലൂൺ ഉയർത്തിക്കൊണ്ടാണ് നടത്തുന്നത്. ഒരെണ്ണം വർഗീസേട്ടൻ ഉയർത്തും, ഒരെണ്ണം സീതാറാം. പ്ലീസ് റെസ്പെക്ടഡ് കോമ്രേഡ് സീതാറാം ഇനാഗുറേറ്റ് അവർ കൾച്ചറൽ പ്രോഗ്രാം. അതാ
പ്രിയമുള്ള സഖാക്കളെ, ഈ പൊതുപരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. ആ പരിപാടിക്ക് നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മണ്ഡല സെക്രട്ടറിയും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറിയുമായ സഖാവ് ടി.ആർ. രാധാകൃഷ്ണനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയമുള്ള സഖാക്കളെ, സുഹൃത്തുക്കളെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മണ്ണുത്തി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ഈ റാലിയോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത CPIM-ന്റെ ദേശീയ ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരിക്ക് ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഈ മഹാസമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച സഖാവ് ഫ്രാൻസിസ് താടിക്കാരൻ, CPIM-ന്റെ ജില്ലാ സെക്രട്ടറി സഖാവ് MM വർഗീസ്, നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് K. രാജൻ, സഖാവ് MK കണ്ണൻ, സഖാവ് ഔറാച്ചൻ, സഖാവ് KP പോൾ, വിവിധ ഘടകകക്ഷി നേതാക്കൾ, മറ്റ് സഖാക്കൾ, സുഹൃത്തുക്കൾ, ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ